ശബരിമലയിലെ പൊന്നിൻ തിളക്കമുള്ള ആ സ്വർണ്ണപ്പാളികൾ എങ്ങോട്ട് പോയി? തന്ത്രി കണ്ഠർ രാജീവർ അറസ്റ്റിലായതോടെ തീർന്നോ ഈ കേസ്? അതോ ഇതൊരു വലിയ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ? ഭക്തരുടെ കണ്ണ് നനയിച്ച ഈ മോഷണത്തിന് പിന്നിൽ ഭരണസിരാ കേന്ദ്രങ്ങളിലെ വമ്പൻ സ്രാവുകളുണ്ടോ? മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് വെറും ഒരു പ്രഹസനമായിരുന്നു. കേരളം ഉറ്റുനോക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായ ദിവസമാണ് കഴിഞ്ഞ ദിവസം. തന്ത്രി കണ്ഠർ രാജീവർ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നു. ഒരു ക്ഷേത്രത്തിന്റെ ആത്മീയ ചൈതന്യമായി നിൽക്കുന്ന തന്ത്രി തന്നെ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ നൽകുന്ന ആഘാതം ചെറുതല്ല. എന്നാൽ ഇവിടെയാണ് സണ്ണി ജോസഫ് ഉയർത്തുന്ന നിർണായകമായ ചോദ്യം പ്രസക്തമാകുന്നത്. അതായത്, ഈ കേസിൽ വെറും ഒരു കണ്ണി മാത്രമാണോ തന്ത്രി? ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ മാഫിയയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പുകമറയാണോ ഈ അറസ്റ്റ്? കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കിനെ കുറിച്ച് തുടക്കം മുതലേ തന്നെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അന്വേഷണ സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്നത് സത്യമാണ്. പക്ഷേ ആ ചോദ്യം ചെയ്യൽ ഒരു സൗഹൃദ സംഭാഷണമായിരുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന വിമർശനം. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം എന്തുകൊണ്ട് മുൻ മന്ത്രിക്ക് നേരെ ഉണ്ടാകുന്നില്ല? ദേവസ്വം ബോർഡിന് തലപ്പത്തിരുന്നു എ പത്മകുമാറും എൻ വാസുവും ഈ മോഷണത്തെക്കുറിച്ച് അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും കഴിയുമോ? ചുമതലയിലുള്ളവർ അറിയാതെ എങ്ങനെ ഇത്രയും വലിയൊരു കൊള്ള നടക്കും? കോടതി പോലും പലവട്ടം ഈ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും CPM നേതൃത്വവും മുഖ്യമന്ത്രിയും ഈ നേതാക്കളെ സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ ഈ കേസ് ഒതുക്കി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ശബരിമല എന്ന വികാരം കേരളത്തിലെ ജനമനസ്സുകളിൽ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ വിശ്വാസത്തെ പോലും കച്ചവടമാക്കാൻ തുനിഞ്ഞിറങ്ങിയവർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് നിലവിൽ SIT സ്വീകരിക്കുന്നത്. അറസ്റ്റിലായ ഉന്നത ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആക്ഷേപം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പത്മകുമാറിനും N വാസുവിനുമെതിരെ പാർട്ടിക്കുള്ളിൽ പോലും ഒരു നടപടിയുമില്ല. ഇതാണ് പിണറായി സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ. സ്വർണ്ണപ്പാളി മോഷ്ടിച്ചവർക്കൊപ്പം നിൽക്കുന്നവർ ആണോ ഒരു ജനകീയ സർക്കാരിന്റെ ലക്ഷണം? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റുകൾ നേടുമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നിരത്തി അതിനെ വെല്ലുവിളിക്കുകയാണ് KPCC അധ്യക്ഷൻ. അഴിമതിയും ഭക്തജന വഞ്ചനയും മുഖമുദ്രയാക്കിയ ഒരു സർക്കാരിന് ജനങ്ങൾ നൽകാൻ പോകുന്ന മറുപടി എന്തായിരിക്കും? ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവർക്ക് മാപ്പില്ലെന്ന് വിശ്വാസി സമൂഹം വിധി എഴുതി കഴിഞ്ഞു. ഈ കൊള്ളയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ പുറത്തു വരുന്നതുവരെ ഈ പ്രതിഷേധം അവസാനിക്കില്ല. ശബരിമല കേസ് വെറുമൊരു മോഷണ കേസല്ല, അത് അധികാരത്തിന്റെ തണലിൽ നടന്ന ആസൂത്രിതമായൊരു കൊള്ളയാണ്. കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ഉന്നതരെ മാറ്റി നിർത്തി തന്ത്രിയെ മാത്രം പ്രതിയാക്കി കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരളം അത് അംഗീകരിക്കില്ല. അന്വേഷണ സംഘത്തിന് ഇനിയും ഉന്നതരിൽ എത്താൻ സാധിക്കുമോ? അതോ സർക്കാർ സമ്മർദ്ദത്തിന് മുന്നിൽ അന്വേഷണ സംഘം വഴിമുട്ടി നിൽക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. ഈ വിഷയത്തിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.